കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ വിചാരണ നീളുന്നു. 2024 മെയ്യിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലവും തമിഴ്നാട് വിളവങ്കോട് മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും CSI സഭ ദക്ഷിണ കേരള ഇടവക സെക്രട്ടറി TT പ്രവീണുമടക്കം 6 പേരാണ് പ്രതികൾ. മെഡിക്കൽ കോളേജ് കോഴ ഇടപാടിലൂടെ 7,22,00,000 രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി ED കണ്ടെത്തിയിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സൗത്ത് കേരള മെഡിക്കൽ മിഷനാണ് കേസിലെ ഒന്നാം പ്രതി. ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം, CSI സഭ ദക്ഷിണ കേരള ഇടവക സെക്രട്ടറി TT പ്രവീൺ, ഫിനാൻസ് കൺട്രോളർ തങ്കരാജ്, അക്കൗണ്ട്സ് ജീവനക്കാരി ഷിജി എന്നിവരായിരുന്നു പ്രതികൾ. 6 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ വിളവങ്കോട് നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന TT പ്രവീൺ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം. 2024 മെയ് 9 കലൂർ PMLA കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് പ്രതികളെല്ലാം കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 28 പേരിൽ നിന്നായി 7,22,00,000 രൂപ തട്ടിയെടുത്തുവെന്നും 3 കോടി രൂപ സഭ സൗത്ത് കേരള ഇടവകയ്ക്ക് കൈമാറിയെന്നും ബാക്കി തുക കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിയെന്നുമാണ് കുറ്റപത്രം. 1508 പേജുള്ള കുറ്റപത്രത്തിൽ ധർമ്മരാജ് റസാലം, ബെനറ്റ് എബ്രഹാം, TT പ്രവീൺ എന്നിവരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നുണ്ട്. പണം നഷ്ടമായവർ പരാതികളുമായി എത്തിയപ്പോൾ 5,27,00,000 രൂപ തിരികെ കൊടുത്തിരുന്നു. പണം നഷ്ടമായ 6 പേർക്കായി 80,00,000 രൂപ ED കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് കൈമാറിയിട്ടുമുണ്ട്. ജനം, കൊച്ചി.